വിവിധങ്ങളെ 700ഓളം സഹാബികളെയും കൊണ്ടാണല്ലോ ഉഹദിലേക്ക് യുദ്ധത്തിന് വന്നത്. എത്ര സഹാബികള്? 500. അതിൽ 650 പേരോട് എന്ത് പറഞ്ഞു? കളത്തിലിറങ്ങാൻ വേണ്ടി പറഞ്ഞു. ശത്രുപക്ഷം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 10,000-ഓളം ആളുകളുണ്ട്. ബദറിലേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു ഉഹദ് യുദ്ധത്തിന്റെ ഒരർത്ഥത്തിലുള്ള പശ്ചാത്തലം. മറ്റൊരർത്ഥത്തിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളും അതിനോട് ചേർത്ത് വായിക്കാനുണ്ട്. അപ്പൊ 700 ആളുകളാണ്. 313 കഴിഞ്ഞ് 700ഓളം ആളുകൾ മാത്രമാണ് യുദ്ധത്തിനുണ്ടായിരുന്നത്. ഈ 700ഓളം ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1000 ആളുകൾ മദീനയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അതിൽ 300 ആളുകൾ മുനാഫിക്കുകളായിരുന്നു. അവർ വഴിയിൽ വെച്ച് പിന്തിരിഞ്ഞു. അങ്ങനെയാണ് 700 ആയിട്ട് എന്തായത്? മാറിയത്, ചുരുങ്ങിയത്. അതിൽ 650 പേരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കളത്തിലിറങ്ങാൻ പറഞ്ഞു. 50 പേരോട് പറഞ്ഞു നിങ്ങൾ ആ മലിന്റെ മുകളിൽ അവിടെ നിന്നാതി. 50 ആളുകൾ. ആദ്യഘട്ടത്തിൽ മുസ്ലിം സൈന്യം ശക്തമായി യുദ്ധം ചെയ്തപ്പോൾ ശത്രുക്കളെല്ലാവരും 10,000-ഓളം വരുന്ന ശത്രുക്കളെല്ലാവരും എന്താക്കി? പിന്തിരിഞ്ഞോടി. അപ്പോഴും നബി തങ്ങൾ അവരോട് പറഞ്ഞത് എന്താണ്? ഞാൻ പറയുന്നത് വരെ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ എന്താക്കൂല? പറ്റൂല. പക്ഷേ സ്വഹാബാക്കളാണല്ലോ, യുദ്ധം കഴിഞ്ഞ് എല്ലാവരും പിന്തിരിഞ്ഞോടിയല്ലോ. അനീമത്ത് സ്വത്തുക്കൾ, ശത്രുപക്ഷത്തിന്റെ കൂടെ സ്വത്തുക്കൾ ഒരുമിച്ച് കൂട്ടുന്നത് കണ്ടപ്പോൾ അവർ വിചാരിച്ചു യുദ്ധം കഴിഞ്ഞു വിചാരിച്ചപ്പം ഈ 50 ആളുകൾ അവരുടെ വീക്ഷണപ്രകാരം എന്താക്കി? താഴോട്ടിറങ്ങി. ആ ഇറങ്ങിയ സമയത്ത് പിൻഭാഗത്തോടെ വന്ന ശത്രുക്കൾ എന്താക്കി? ഇങ്ങോട്ട് വന്ന് അവിടെയുള്ളവർ ഇങ്ങോട്ട് വന്ന് 2 ഭാഗത്തുകൂടിയും ചെറിയ അടികൾ നടന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സ്വഹാബാക്കൾക്കും വലിയ വിഷമുണ്ടായത്. അതിലാണ് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു അടക്കം എന്തായത്? വഫാത്ത്. നബി തങ്ങൾക്ക് വല്ലാത്ത വിഷമം ഉണ്ടായിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിലെ ഈ നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ വഫാത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ എന്താക്കിയിട്ടുണ്ട്? വിഷമിപ്പിച്ചിട്ടുണ്ട്. ആ സ്ഥലമാണ്. അവിടെ കയറണമെങ്കിൽ കയറാം, നല്ല വെയിലാണ്.